വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്രം. 2219 കോടി രൂപയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതിയുടെ പരിഗണനയിൽ. വയനാട് പാക്കേജിന്റെ വിശദാംശങ്ങൾ നാളെ അറിയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിന്റെ കൈവശം ദുരന്ത നിവാരണ നിധിയിൽ 783 കോടി രൂപ ഉണ്ടെന്നും കേന്ദ്രം. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. വയനാട് ദുരന്തം അതീവ ഗുരുതരമായ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്? 2219 കോടി രൂപ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. അക്കാര്യത്തിലെല്ലാം നാളെ വളരെ കൃത്യമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും മനസ്സിലാകുന്നത്. സമഗ്ര വിവരങ്ങൾ. നിലിമ, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിവരങ്ങൾ ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വയനാട് ദുരന്തം അതീവ ഗുരുതര പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒട്ടനവധി രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷമടക്കം ഈ ഒരു വിഷയം മുതലെടുത്തുകൊണ്ട് വയനാട് സംബന്ധിച്ച് അല്ലെങ്കിൽ വയനാടിനെ കേന്ദ്ര സർക്കാർ കൃത്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. എന്നാൽ അപ്പോഴും കേന്ദ്ര സർക്കാരും BJP-യും ചൂണ്ടിക്കാട്ടിയിരുന്നത് കേരളത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന അനാസ്ഥകളായിരുന്നു. അതായത് കേരളം യഥാസമയം റിപ്പോർട്ട് നൽകാത്തതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായൊരു നടപടി ഇല്ലാത്തതെന്നായിരുന്നു BJP ഇതിൽ പ്രതിപക്ഷം ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത്. ഏതായാലും കഴിഞ്ഞ നവംബറിലാണ് കേരളം 2219 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം അവിടെ കൃത്യമായി ഭൗമശാസ്ത്ര വിദഗ്ധരും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വിദഗ്ധരടക്കം അവിടെ പരിശോധന നടത്തി. ഇവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അതായത് സംസ്ഥാനം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 2219 കോടി രൂപ അത് ഏത് തരത്തിൽ നൽകണമെന്നുള്ള കാര്യം അത് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലിരിക്കുകയാണ്. വിദഗ്ധർ ഇത് സംബന്ധിച്ച് പഠിക്കുകയാണ്. ഇതിനുശേഷം മാത്രമായിരിക്കും കേരളം അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെട്ട തുകയിൽ 2219 കോടി രൂപയിൽ എത്ര രൂപ നൽകണമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രാജ്യസഭയിൽ നിത്യാനന്ദ റായി നൽകിയ സൂചനകൾ പ്രകാരം SDRFൻ്റെ കയ്യിൽ 783 കോടി രൂപ നിലവിൽ കൈവശമുണ്ട്. അതായത് 388 കോടി രൂപയുണ്ട്. ഒപ്പം AG നൽകിയ റിപ്പോർട്ട് പ്രകാരം 394 കോടി രൂപ, അങ്ങനെ 783 കോടി രൂപ നിലവിൽ SDRFൻ്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന് ഉപയോഗിക്കാൻ കഴിയും. അതുമാത്രമല്ല, വ്യോമസേനയ്ക്കായി ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവും അതേപോലെ തന്നെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും നീക്കിയ ഇനത്തിൽ 153 കോടി രൂപ വ്യോമസേനയ്ക്കായി നീക്കിവെച്ചിട്ടുണ്ട് എന്നുള്ളതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ഈ കേരളം നൽകിയ കണക്കിൽ എത്ര രൂപ ഏതെല്ലാം ഇനത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകുമെന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വലിയ മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. BJP-യെ ഒരു ഘട്ടത്തിൽ വളരെ പ്രതിരോധത്തിലാക്കിയ ആരോപണമായിരുന്നു ഇത്. അതായത് വയനാട് ദുരന്തം കേന്ദ്രം വ്യക്തമായി അതിന് മറുപടി നൽകുന്നില്ല എന്നുള്ളത് BJP-യെ ഇടയ്ക്ക് ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നാൽ അപ്പോഴും BJP കൃത്യമായ മറുപടി നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ഇടത് വലതു മുന്നണികൾ UDF ആയാലും LDF ആയാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തമുഖത്ത് കേരളം മരവിച്ചു നിൽക്കുമ്പോൾ വളരെ കൃത്യമായ കേന്ദ്ര ഇടപെടൽ നാം ആദ്യ മണിക്കൂറുകളിൽ തന്നെ കണ്ടതാണ്. അവിടെ മിലിറ്ററിയുടെ ഇടപെടലുണ്ടായി, എയർഫോഴ്സിന്റെ ഇടപെടലുണ്ടായി. അങ്ങനെ ഒരു ദുരന്ത മുഖത്ത് നിന്നും ഒട്ടേറെ ആളുകളെ രക്ഷിച്ചു കൊണ്ടുവന്നത് വളരെ കൃത്യമായ കേന്ദ്ര സർവീസ് ഏജൻസികളുടെ വളരെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായാണ്. പക്ഷേ ഈ ദുരന്തം നടന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോൾ കേന്ദ്ര പാക്കേജ് തരുന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ല എന്ന രോദനമായിരുന്നു നാം ഇതുവരെ മുഴങ്ങിക്കേട്ടത്. പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാർ അതുപോലെ BJP-യുടെ പ്രതിനിധികൾ എല്ലാം വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് വളരെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ തുക അനുവദിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം വളരെ കൃത്യമായി പരിഗണനാ വിഷയമായി കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ട്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തില്ല എന്നുള്ള പല വിമർശനങ്ങളും പല ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിലടക്കം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. അതിലെല്ലാം വളരെ കൃത്യമായ ഒരു നിലപാട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. തീരുമാനം വന്നിരിക്കുന്നു. സംസ്ഥാനം ആവശ്യപ്പെട്ടതുപോലെ 2219 കോടി രൂപ സംസ്ഥാനത്തിലേക്ക് എത്താൻ പോകുകയാണ്. നന്ദൻ.
നിലിമ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പി ഒരു ഘട്ടത്തിൽ ചെയ്തത്. അതായത് വലിയ ആരോപണങ്ങൾ ബി ജെ പിക്കെതിരെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയപരമായി വേണ്ട രീതിയിൽ ബി ജെ പി കൈകാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനെ നിഷേധാത്മക മനോഭാവത്തോടു കൂടി നോക്കിക്കാണുന്നു എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ ആരോപണങ്ങൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, വയനാട് അടക്കമുള്ള 3 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഒരു ദുരന്തത്തെ എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കാമെന്നുള്ളതായിരുന്നു ഇടത് വലത് മുന്നണികൾ അവിടെ ഒരേപോലെ ശ്രമിച്ചത്. എന്നാൽ അവിടെ കൃത്യമായ നിലപാട് ബി ജെ പി വ്യക്തമാക്കിയിരുന്നു. ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം വാർത്താ സമ്മേളനം വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ വിവരിച്ചിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്ന വീഴ്ചയുടെ ഫലമാണ് ഈ വയനാട് ദുരന്തം സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും നിലപാടെടുക്കാൻ വൈകുന്നത് എന്നായിരുന്നു ബി ജെ പി നേതാക്കൾ, വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയത്. അതായത് ഇത്തരമൊരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വാഭാവികമായും നടപടിക്രമങ്ങൾ എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട കൃത്യമായ റിപ്പോർട്ടുകൾ നൽകിയില്ല, യഥാസമയം നൽകിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഹർത്താൽ പോലും നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴും കൃത്യമായി ബി ജെ പി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നത് അതുതന്നെയാണ്, ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണെന്നാണ്. ഏതായാലും ഇപ്പോൾ അത് കുറേ കൂടി സുവ്യക്തമായിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. അതായത് കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായി തന്നെ പരിഗണിച്ചു. അതായത് റിപ്പോർട്ട് ലഭിച്ച ശേഷം അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ ആഭ്യന്തര മന്ത്രാലയം അയക്കുന്നു, അതിന്മേൽ കൃത്യമായ പഠനം നടത്തുന്നു. ആ പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം അതിനെ വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര എന്നുള്ള പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നു. അല്ലാതെ നേരത്തെ കേരളം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ മറ്റൊരു മുഖം കൂടി നാം കാണേണ്ടതുണ്ട്. നാളെ LDF പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ്. വയനാട് ദുരിതബാധിതർക്കുള്ള സഹായം നിഷേധിച്ച മോദി സർക്കാരിനെതിരെ പ്രതിഷേധം, പ്രക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാളെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. LDFന്റെ നേതൃത്വത്തിൽ നാളെ രാജ്ഭവൻ മാർച്ചും സംസ്ഥാന വ്യാപക പ്രതിഷേധവും നടക്കാൻ പോകുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് വളരെ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ കഴിയും ഇനി LDF സർക്കാരിന്? തീർച്ചയായിട്ടും നേരത്തെ തന്നെ LDF സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ട ഈ ഒരു വിഷയത്തിൽ വ്യക്തമായതാണ്. അതായത് ഈ വയനാടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിഷേധ മനോഭാവം കാട്ടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് വയനാട്ടിൽ നടത്തിയ ഹർത്താൽ അത് കൃത്യമായി തന്നെ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ മനോഭാവം വ്യക്തമാക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ടയാണ് വയനാട് ദുരന്തത്തിന്മേൽ ഈ ഇരു മുന്നണികൾക്കും ഉള്ളത് എന്നുള്ളത് വ്യക്തമായതായിരുന്നു. ഈ ഹർത്താൽ നടത്തുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എത്രമാത്രമാണ് എന്നുള്ളത് സംസ്ഥാനത്തിന് വ്യക്തമായിരുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏത് തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ, അല്ലെങ്കിൽ അത് ബോധ്യമാണെന്നിരിക്കെയാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ അത്തരത്തിലൊരു ഹർത്താൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാളെ ഇടതുമുന്നണി സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണെന്നുള്ള നേരത്തെ അത്തരം ആഹ്വാനങ്ങളുണ്ടായിരുന്നു. ഇനി ഈ പ്രതിഷേധങ്ങൾ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാക്കോടുകൂടി കേന്ദ്ര സർക്കാരിന് നേരെയും അതേപോലെ തന്നെ BJPക്ക് നേരെയും വയനാട് ദുരന്തത്തെ ഉപയോഗിക്കാൻ പലതവണ കോൺഗ്രസും ഇടതുമുന്നണിയും ശ്രമിച്ചു. എന്നാൽ ഇനി ആ ശ്രമം വിലപ്പോകില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് നാളത്തെ ഈ ഒരു പരിപാടിയടക്കം ഇനി എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്ന 2219 കോടിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇപ്പോഴും വിവിധ മന്ത്രാലയങ്ങളിൽ അത് പരിശോധനയ്ക്ക് വിധേയമായി പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുകയാണ്. വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2219 കോടിയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുന്നുവെന്ന നിർണായക വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും നന്ദൻ നൽകിയത്.